ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസോൺ. അപ്പോൾ നമ്മൾ KSEB വർക്കറിന്റെ ഏറ്റവും ആദ്യം തന്നെ നമ്മൾ ആ ഒരു ക്വാളിഫിക്കേഷൻ കുറെ മാസങ്ങൾക്ക് മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. നമ്മൾ എന്ത് വീഡിയോ ചെയ്യുമ്പോഴും നമ്മൾ കൃത്യമായിട്ട് ഒരു ഡോക്യുമെന്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറ്, വീഡിയോസ് ചെയ്യാറ് അല്ലെ. നമ്മൾ എന്ത് പറയുമ്പോഴും കൃത്യമായിട്ടൊരു ഡോക്യുമെന്റ് ഉണ്ടാവും അല്ലെ. ഇപ്പൊ ഫൈനലായിട്ട് ഓർഡർ വന്നപ്പോഴും നമ്മൾ തന്നെയാണ് നിങ്ങളിലേക്ക് ഏറ്റവും ആദ്യം തന്നെ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എത്തിച്ചത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ അതിനെ കൃത്യമായിട്ട് ഓരോ ഡോക്യുമെന്റിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാറ്. അപ്പൊ അതിന്റെ താഴെ നമ്മൾ എപ്പോഴും ചോദിച്ചൊരു കാര്യമാണ്, എന്തായിരിക്കും സിലബസ്, എക്സാം പാറ്റേൺ എങ്ങനെയായിരിക്കും, മലയാളത്തിലായിരിക്കും, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി തരാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പം വന്നിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കാം, ബോർഡർ ഓർഡർ നിങ്ങൾക്ക് ഓൾറെഡി കണ്ടിട്ടുണ്ടാവും, വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ എന്ത് ചെയ്യാം, ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, PSC ആ ഒരു ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യും. റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യാം, അവിടെ നോട്ടിഫിക്കേഷൻ ഇറങ്ങും അല്ലെ. അപ്പൊ ആ ഒരു നോട്ടിഫിക്കേഷൻ ഇറങ്ങി കഴിഞ്ഞാൽ ഇപ്പൊ കേരള PSCയുടെ ട്രെൻഡ് അനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, ഇപ്പൊ വേണമെങ്കിലും എക്സാം എക്സ്പെക്ട് ചെയ്യാം. അതേപോലെ സിലബസിന്റെ കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന്റെ 3 മാസം മുന്നേ മാത്രമേ സിലബസ് അറിയാൻ വേണ്ടി പറ്റുന്നുണ്ടാവും അല്ലെ. ഇപ്പൊ കേരള PSCയുടെ ട്രെൻഡ് അങ്ങനെയാണ്, 3 മാസം മുന്നേ മാത്രമേ സിലബസ് അറിയാൻ വേണ്ടി പറ്റുന്നുണ്ടാവുള്ളൂ. ഒരു വർഷത്തെ സിലബസ് മുന്നേ, അതായത് നമ്മൾ എക്സാം കലണ്ടർ പബ്ലിഷ് ചെയ്യണമെന്നൊക്കെ PSC പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പക്ഷെ അതൊന്നും ഇപ്പോഴും പ്രാവർത്തികമായിട്ടില്ല. 3 മാസം മുന്നേ മാത്രമേ സിലബസ് അറിയുന്നുണ്ടാവുള്ളൂ. അപ്പൊ ആ ഒരു സമയം കൊണ്ട് നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ, കഴിഞ്ഞ പ്രാവശ്യങ്ങളൊക്കെ എന്തായിരുന്നു ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഇപ്പം ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ എങ്ങനെ ഈ ഒരു എക്സാമിന് അപ്രോച്ച് ചെയ്യാന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളൊരു ലേറ്റസ്റ്റ് ആയിട്ട് 2017 ഒരു അർഹതാ നിർണയ പരീക്ഷ ഉണ്ടായിരുന്നു അല്ലെ. അതായത് നമ്മളുടെ KSEBിൽ ചില വ്യവസ്ഥകൾക്ക് വിധേയമായിട്ട് കോൺട്രാക്ട് വർക്കേഴ്സ് ആയിട്ട് ജോലി ചെയ്ത്, അല്ലെങ്കിൽ ജോലി ചെയ്തു വരുന്നവർക്കും മസ്ദൂറായിട്ട് നിയമനം നൽകുന്നതിനേക്കാളുള്ള യോഗ്യതാ നിർണയ പരീക്ഷ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ സിലബസ് എന്താണെന്നില്ലേ നമുക്ക് ജസ്റ്റ് നോക്കാം. അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കുന്നുണ്ടാവും. അപ്പം അത് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, പൊതുവിജ്ഞാനം, ലഘുഗണിതം, വൈദ്യുതി, ഉൽപാദനം, പ്രസരണം, സുരക്ഷ തുടങ്ങിയവ അടിസ്ഥാനമാക്കിയുള്ള ലഘു ചോദ്യങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഇത് ഈ ഒരു സമയത്ത് എന്ന് വെച്ചാൽ നമ്മളെ ക്വാളിഫിക്കേഷൻ, ഇതിന്റെ ക്വാളിഫിക്കേഷൻ പറഞ്ഞാൽ ഓൾറെഡി അവരെന്താ 4-ാം ക്ലാസ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങൾ ഓൾറെഡി വർക്ക് ചെയ്യുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് അർഹതാ നിർണയത്തിന് വേണ്ടിയിട്ട് അവർ കൊടുത്ത സിലബസ് ആണിത്. അപ്പൊ നമുക്ക് ഇപ്പോഴും എന്ത് ചെയ്തു, നമ്മുടെ സിലബസ്, സോറി, ക്വാളിഫിക്കേഷൻ അവിടെ ചേഞ്ച് എന്താ, 10th+ITI ആയിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും നമ്മളുടെ എക്സാം, ടെക്നിക്കൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക അല്ലെ. ടെക്നിക്കലിനെ ബേസ് ചെയ്തിട്ടുള്ള സിലബസ് തന്നെയായിരിക്കും ഉണ്ടാവാനുള്ള സാധ്യത 95%. ഓക്കെ, നമ്മളെ ടെക്നിക്കൽ ITI ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. കാരണം എന്താ, നോക്ക്, ഇവിടെ പറഞ്ഞ വൈദ്യുതി ഉത്പാദനം, ഇതിപ്പോ ഒരു അർഹത തന്നെ പരീക്ഷയാണെന്നുണ്ടെങ്കിലും ഓൾറെഡി വർക്ക് ചെയ്ത കോൺട്രാക്ട് വർക്കേഴ്സ് ആണല്ലേ. അപ്പൊ ഇവിടെ ക്വാളിഫിക്കേഷൻ ITI ആക്കിയത് കൊണ്ട് നമ്മൾ CA റെഗുലേഷൻസ് പ്രകാരം എന്തായിരിക്കണം, ITI ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കണം ഉണ്ടാവേണ്ടത്. 95% ആണ് നമ്മൾ പറയുന്നത്. നമ്മൾ ഇതൊക്കെ എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ, നിങ്ങൾക്ക് ഇനിയിപ്പം ഇപ്പോഴേ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങണം. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. ഇനിയിപ്പം നോട്ടിഫിക്കേഷൻ വന്നിട്ട് എക്സാമിന് 3 മാസം മുന്നേ മാത്രമേ സിലബസ് വരുന്നത്, അന്നേരം നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങിയാൽ മതിയാവോ? ഇല്ല. അപ്പൊ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അപ്പൊ നമ്മൾ ഇപ്പോഴത്തെ ITI ലെവൽ എക്സാംസ് ഇപ്പം ഓൾറെഡി ഇപ്പം യൂണിവേഴ്സിറ്റികൾ, കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ ഇലക്ട്രീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുണ്ടല്ലേ. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ആ ഒരു സിലബസ് പ്രകാരം, നമ്മളിപ്പോ കുറെ ITI ലെവൽ എക്സാംസ് നടന്നിട്ടുണ്ട്, അപ്പൊ ആ ഒരു സിലബസ് പ്രകാരം നിങ്ങൾ പഠിച്ചു തുടങ്ങണം. അപ്പൊ ഇതാണ് ആ ഒരു എക്സാം. ആ ഒരു എക്സാമിൽ ഏകദേശം 50ഓളം ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മളുടെ ജനറൽ നോളജും റീസണിങ്, മെന്റൽ എബിലിറ്റി കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്, മാത്സ് അല്ലെ. അപ്പൊ 51ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ടിട്ട് നമ്മൾ എന്ത് ചെയ്തു, ടെക്നിക്കലിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. എത്ര മെഗാവാട്ടാണ് ജലവൈദ്യുതി ഇടുക്കിയിലേത്, അതേപോലെ വീടുകളിൽ സാധാരണയായി ഉപയോഗിക്കുന്ന വൈദ്യുതി ഉപകരണങ്ങൾ എത്ര വോൾട്ടേജിലാണ് പ്രവർത്തിക്കുന്നത്, നടവഴി വൈദ്യുതി ലൈൻ പൊട്ടി വീണത് കണ്ടാൽ സുരക്ഷിതമായി സ്വീകരിക്കേണ്ട മാർഗം, അതേപോലെ വീടുകളിൽ വൈദ്യുതി ഉപകരണങ്ങളെ സർക്യൂട്ടുമായി ബന്ധിപ്പിക്കുന്ന താഴെപ്പറയുന്ന ഏത് രീതിയാണ് കൂടുതൽ അഭികാമ്യം അല്ലെ. അതേ മെയിൻ സ്വിച്ചിന് ശേഷം ഫ്യൂസുകൾക്ക് പകരമായി താഴെ പറയുന്ന ഏത് സംവിധാനമാണ് ഉപയോഗിക്കുന്നത്. അതായത് നമ്മളിപ്പം പറഞ്ഞു കഴിഞ്ഞാൽ പവർ സിസ്റ്റം, ജനറേഷൻ, ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ, പ്രൊട്ടക്ഷൻ സിസ്റ്റം, ഡിസൈൻ, എസ്റ്റിമേഷൻ, കോസ്റ്റിംഗ്, അതേപോലെ മെഷീൻസ്, ട്രാൻസ്ഫോമേഴ്സ്, അതുപോലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്, ഓക്കെ, അതായത് എലമെന്റ്സ്,
അതിന്റെ ഓരോരോ ക്ലാസിഫിക്കേഷൻ കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള റെസിസ്റ്റർ, അതേപോലെ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും നിങ്ങൾ പഠിക്കണം അല്ലെ. അങ്ങനെ നമ്മളിപ്പോ ഇപ്പോഴത്തെ ITI ലെവൽ സിലബസ് നിങ്ങൾ പഠിച്ചു തുടങ്ങാം. അതേപോലെ നമ്മുടെ വീടുകളിൽ എത്തുന്ന വൈദ്യുതി ലൈൻ ഏത് ഉപകരണത്തോടു കൂടിയാണ് ആദ്യം ബന്ധിപ്പിക്കുന്നത്. അതേപോലെ ഒരു 100 വാട്ട് എന്റെ 5 ഫാമിലി ആകുമ്പോൾ ദിവസേന 3 മണിക്കൂർ ഇത് ഉപയോഗിക്കുമ്പോൾ 1.5 യൂണിറ്റ് വൈദ്യുതി എന്നൊക്കെ മെത്തേഡ്. ഓക്കെ, അതായത് നമ്മൾ ആ ഒരു വൈദ്യുതി പ്രസരണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. അതിനെക്കാട്ടിയും കൂടുതലുള്ള ക്വസ്റ്റ്യൻസ് എന്താ അവിടെ വന്നത്? ഉൽപാദന പ്രസരണം, അതേപോലെ താഴെ തന്നിരിക്കുന്ന പ്രസ്താവന ശരിയാണോ തെറ്റാണോ, കണ്ടോ? AC ആണല്ലോ, ACയുടെ പൂർണ്ണ രൂപം എന്ത്? വൈദ്യുത പവർ അളക്കുന്ന യൂണിറ്റ്. പിന്നെ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് എക്സാം ലാംഗ്വേജ് നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും. അപ്പൊ ഇപ്പോഴത്തെ നമ്മളുടെ ITI ലെവൽ എക്സാംസ് ഒക്കെ ഇംഗ്ലീഷിലാണ് നടത്തുന്നത്. അപ്പൊ ഇതും എന്തായിരിക്കണം, ഇംഗ്ലീഷിൽ തന്നെ ആവാനാണ് സാധ്യത. പക്ഷെ അതിനൊരു വിപരീതമായിട്ട് നമ്മളുടെ ദേവസ്വം ബോർഡ് എക്സാംസ് ഉണ്ടല്ലോ. ഓക്കെ, ദേവസ്വം ബോർഡ് എക്സാംസ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അതെന്തായിരിക്കും, മലയാളത്തിലായിരുന്നു ഉണ്ടായിരുന്നത് അല്ലെ. ദേവസ്വം ബോർഡ് എക്സാംസ് മലയാളത്തിലാണ് ഉണ്ടായതെന്നാണ് മനസ്സിലാകുന്നത്. പക്ഷെ നമ്മുടെ കേരള PSCയുടെ എല്ലാ എക്സാംസും ITI ലെവൽ എക്സാംസും ഒക്കെ എന്ത് ചെയ്യും, ഇംഗ്ലീഷിലായതുകൊണ്ട് ഇതും എന്താ ഇംഗ്ലീഷിൽ തന്നെ ആവാനാണ് ഒരു 95% സാധ്യത. ഓക്കെ, അപ്പൊ ഇതെന്തായിരിക്കും, ITI ലെവൽ തന്നെ ആവാനാണ് സാധ്യത. വൈദ്യുത ചാലകത്തിന്റെ ധർമ്മം എന്താണ്? ഒരു സ്റ്റെപ്പ് ട്രാൻസ്ഫോമർ എന്തിനെയാണ് ഉയർത്തുന്നത്? കണ്ടില്ലേ? വോൾട്ട് പിന്നെ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം, അതായത് ഓരോ 230 വാട്ട് 60 വാട്ട്സ് എന്ന് പറയുന്നത്. അതേപോലെ നമ്മൾ സ്റ്റാർ റേറ്റിംഗിനെ പറ്റിയിട്ട്, അതേപോലെ ജനറേറ്ററിന്റെ വർക്കിംഗ് എന്താണ്, ഇലക്ട്രിക് ബൾബിൽ നിറച്ചിരിക്കുന്ന വാതകം ഏതാണ്, പിന്നെ അത് കേരളത്തിലെ ആദ്യത്തെ അപവൈദ്യുത നിലയതാണ്, ഫിലമെന്റ് ലാമ്പ് ആദ്യമേ നിർമ്മിച്ചതാരാണ്, കുഴംകുളം. അതേപോലെ വൈദ്യുത തീവ്രത അളക്കുന്ന ഉപകരണമാണ് അമ്മീറ്റർ. വൈദ്യുതിയുടെ ദിശ മാറ്റുന്ന ഉപകരണം ഏതാണ്? ഓക്കെ, ഫിലമെന്റ് പൊട്ടിയത് മൂലം ഫ്യൂസായ ഒരു ബൾബിന്റെ ഫിലമെന്റ് കൂടിച്ചേർത്ത് പ്രകാശിപ്പിക്കുന്നുവെങ്കിൽ അതിന്റെ പ്രകാശ തീവ്രതയിൽ ഉണ്ടായ മാറ്റം എന്താണ്? അതേപോലെ പ്രസരണ നഷ്ടം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? കണ്ടില്ലേ? ഇതേപോലെയുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത്. ഇപ്രാവശ്യം എന്തായിരിക്കും, നമ്മുടെ ക്വാളിഫിക്കേഷൻ മാറ്റിയത് കൊണ്ട് തന്നെ, ക്വാളിഫിക്കേഷൻ 10th+ITI ട്രേഡ് സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളുടെ എക്സാം എന്താവാനാണ് സാധ്യത കൂടുതൽ? ടെക്നിക്കൽ തന്നെ ആവാനാണ് സാധ്യത കൂടുതൽ. അപ്പൊ നിങ്ങൾ ഇപ്പോഴേ എന്ത് ചെയ്യാം, പഠിച്ചു തുടങ്ങാം. കാരണം വെച്ചാൽ അത്യാവശ്യം വേക്കൻസീസ് ഒക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടാവും എന്തായാലും. അപ്പൊ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ എന്താ, നാളെ ഇതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നാളെ മുതലെങ്കിലും അല്ലെങ്കിൽ ഇന്ന് മുതൽ എന്തെങ്കിലും നമ്മൾ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ ITI ലെവൽ എക്സാംസിന് വേണ്ടി നിങ്ങൾ പഠിക്കുക എന്ന് വെച്ചാൽ ITI ലെവൽ ഇഷ്ടംപോലെ എക്സാംസ് അവിടെ വരാനുണ്ട് അല്ലെ. അപ്പം എന്തായാലും ITI ലെവൽ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ആയിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ അവിടെ മാർക്കുകൾ അവിടെ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഒന്നെങ്കിൽ ഈ ഒരു എക്സാം അല്ലെങ്കിൽ ഇനിയിപ്പോ വേറെ അടുത്ത് വരുന്ന എക്സാംസിന്. ഓക്കെ, അപ്പോ നിങ്ങളുടെ കുറച്ചെങ്കിലും ക്ലാരിറ്റി നിങ്ങൾക്ക് ഇതിൽ കിട്ടിയിട്ടുണ്ടാണെന്ന് മനസ്സിലാക്കുന്നത്. വേറെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ചോദിക്കാം. കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.